ഹായ്! സ്റ്റീഫൻ എന്ന പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഗോമതി ശങ്കർ എന്ന ഒരു പുതുമുഖ നടൻ നായകനായി എത്തിയ പുതിയ ചിത്രമാണ് സ്റ്റീഫൻ. ഇതൊരു തമിഴ് ചിത്രമാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ ചിത്രം. മിഥുൻ ബാലാജിയാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൈക്കോ കില്ലർ കുറെ കൊലപാതകങ്ങൾ ചെയ്തതിനു ശേഷം പോലീസിൽ കീഴടങ്ങുന്നു. എന്താണ് ഇയാൾ കീഴടങ്ങിയതിന് പിന്നിലുള്ള ഉദ്ദേശം? കുറ്റബോധം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്ലാനുകൾ ഇയാൾക്കുണ്ടോ എന്നൊക്കെ അറിയാൻ സിനിമ കാണുക തന്നെ വേണം. ഇതിൽ ഗോമതി ശങ്കർ എന്ന നായകന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്ന ആ റോൾ, അയാളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. അടിപൊളിയായി തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഗോമതി ശങ്കർ എന്ന ആ കഥാപാത്രത്തിന്റെ അപ്പനും അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന, ആ പാരന്റ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന രണ്ട്, അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. ഇവര് 3 പേരുടെയും പെർഫോമൻസ് മാറ്റിയത് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒന്നും അത്ര ബെറ്ററായി നമുക്ക് തോന്നില്ല. സാധാരണ സൈക്കോ കില്ലിംഗ് സിനിമകളിൽ നമ്മൾ കാണുന്ന സ്ഥിരം ക്ലീശകളുണ്ടല്ലോ, ഒരു കൊലപാതകം നടക്കുന്നു, പിന്നെ അതിന് പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു, അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവർ ഇതിൽ ഓരോ സീനുകളൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. അവർ വ്യത്യസ്തത ഇതിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നത് ഈ ടീമിന്റെ വിജയം തന്നെയാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നോർമൽ ഫ്ലോയിലാണ് സിനിമ പോകുന്നതെങ്കിൽ ആ 15 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ സിനിമ വേറൊരു ട്രാക്കിലേക്ക് മാറുകയാണ്. പിന്നെ ആ ഒരു ഫ്ലോയിൽ പോയി വീണ്ടും ഒരു ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു അരമണിക്കൂറും വീണ്ടും ഇതുപോലെ പെട്ടെന്ന് സിനിമ ട്രാക്ക് മാറി നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അതിലേക്ക് എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും എല്ലാ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം തന്നുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സ്ലോ ഫ്ലോയിലാണ് ഈ സിനിമ മൊത്തത്തിൽ പോകുന്നതെങ്കിലും ലാഗൊന്നുമില്ല. നമ്മളെ പൂർണ്ണമായി അതിൽ എൻഗേജ് ചെയ്യിച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നല്ല ഒരു സിനിമ തന്നെയാണ്. എന്ന് വെച്ചാൽ അടിപൊളി കിടുക്കാച്ചി പടം, മസ്റ്റ് വാച്ച് അങ്ങനെയൊന്നും പറയാനില്ല. എങ്കിലും നമ്മുടെ സമയം മുതലാക്കുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.